നിൻ്റെ ചേട്ടൻ എന്തിനാണ് നിനക്ക് ഇത്രയും ക്യാഷൊക്കെ അയച്ചു തരുന്നത്? എൻ്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്തിൽ ചിലപ്പം 1 lakh അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട്. കൂടുതൽ ക്യാഷ് കിട്ടുന്നതനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രമേ 2 ലക്ഷം. അക്കൗണ്ടിലേക്ക് പണം വരുന്നതിനെ പോലും മറ്റൊരു തരത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ച് എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ജന്മി അടിമ വ്യവസ്ഥയിൽ പോലെയുള്ള രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നു. നിങ്ങളോട് ഏത് രീതിയിലുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചിരുന്നത്? ചില മാലകളൊക്കെ കാണുമ്പോഴല്ല ഇത് ഏതെങ്കിലും കാട്ടുജാതിയൊക്കെ ഇട്ടോളും അങ്ങനെ പറയും. ഞാനൊരു SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. എനിക്കത് പലപ്പോഴും ഞങ്ങളുടെ എനിക്കത് വിഷമാവുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കാറ് കയറ്റി നീ മുക്കൂത്തിയാണോ, അവൻ മുക്കുവനാണോ? ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. ഏത് ഹിന്ദു? എന്തോ ഒരു വാക്ക് പറഞ്ഞു, വാണാനോ, എനിക്കത് മനസ്സിലായില്ല. അങ്ങനെ ചോദിച്ചു. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും. അങ്ങനെ അവർ നന്നായിട്ട് സംസാരിച്ച്. കൃഷ്ണകുമാറിൻ്റെ വൈഫ് നല്ല മോശമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത്. ഇതിനകത്ത് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത മൂവ്മെന്റ് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നേരത്തെ വിനീതരൊക്കെ മൊഴി മാറ്റണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ പോലീസ് എങ്ങനെയാണ് സമീപിച്ചത്? ഞങ്ങൾ 2 മണിയായപ്പോഴാണ് വിനീതൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കയറ്റിയത്. വിനീതനെ വിടുന്നത് 7 മണിയൊക്കെ ആയി. അതുവരെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന പോലീസുകാരെ ഒന്ന് എണീക്കും, പിന്നെയും വരും, പിന്നെയും ചായ കുടിക്കും, ഫോൺ വിളിക്കും. പലപ്പോഴും അയാളിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. വിനീത, ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ നിങ്ങളും ഉന്നയിക്കുന്നുണ്ട്, ഈ പറയുന്ന കൃഷ്ണകുമാറും ദിയയും ഉന്നയിക്കുന്നുണ്ട്. കൃഷ്ണകുമാർ പറയുന്നത് ദിയയുടെ ഏറ്റവും അടുത്ത സഹോദരി, സുഹൃത്തുക്കൾ അവരായിരുന്നു നിങ്ങൾ, എല്ലാത്തിനും ദിയയ്ക്കൊപ്പം നിങ്ങളെ കൂട്ടുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളെ അന്ധമായി വിശ്വസിച്ചതാണ്, നിങ്ങൾ വിശ്വാസവഞ്ചന കാണിക്കാൻ വഴിയൊരുക്കിയതാണ് പറയുന്നത്. നിങ്ങൾ വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടില്ല. ഇത് ഒരിക്കലും അല്ല. ദിയ നമുക്ക് മുന്നേ ജയിക്കാനുള്ള ഒരു ആരോപണം മാത്രമാണ് അവരത്, നമുക്കത് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് 8,82,000 രൂപ കൊടുത്തു? നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നു? ഞങ്ങളല്ല കൊടുക്കുന്നത്, എൻ്റെ ഹസ്ബൻഡാണ് കൊടുക്കുന്നതിന്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയാണെന്ന് എൻ്റെ ഹസ്ബൻഡ് ഒന്നാമത്തെ കാര്യം അറിയില്ല, രണ്ടാമത് ഞങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലോകത്ത് ഇപ്പോൾ സാധാരണക്കാരെല്ലാവരും ചിന്തിക്കുന്നത് അയ്യോ ഇതൊരു പബ്ലിസിറ്റി വേണ്ട, പൈസ കൊടുത്ത ഈ പ്രശ്നം തീരുമെങ്കിൽ തീരട്ടെ എന്ന് തന്നെയാണ് നോർമലായ ഏത് മനുഷ്യനും ചിന്തിക്കുന്നത്. അപ്പോൾ അവരെ പോലെ അത്രയും യൂട്യൂബിൽ സ്റ്റാർ ആവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇതൊക്കെ ഒരു വാർത്തയാക്കാം, അതാക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ ചിന്തിക്കത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല. അവരിപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് നിങ്ങൾ പറയുന്നു. ഇതിനപ്പുറത്തേക്ക് ഇതിനൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവർ കുറേയധികം വീഡിയോ ദൃശ്യങ്ങൾ കൂടി മാധ്യമങ്ങളടക്കം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് ആ വീഡിയോ ദൃശ്യത്തിനകത്ത് നിങ്ങളൊക്കെ വളരെ സാധാരണമായിട്ട് അവർ സംസാരിക്കുന്നു, ഭീഷണിയില്ല. അങ്ങനെ ആ ഒരു സാഹചര്യം എന്തായിരുന്നു? സംസാരിപ്പിക്കുന്നത് നമ്മളങ്ങനെ സംസാരിക്കില്ല, ഭീഷണിപ്പെടും. ദിവ്യനെ വിട്ടു തരത്തില്ല. ദിവ്യ സെക്സ് റാക്കറ്റിലുള്ള ഒരാളാണ്, അതുകൊണ്ട് ദിവ്യനെ വിട്ടു തരത്തില്ല. ദിവ്യ വേറെ രീതിയിലൊക്കെ പോകുന്നതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ദിവ്യയെ സംബന്ധിച്ച് ദിവ്യ ഒരു കല്യാണം, ദിവ്യയെക്കുറിച്ച് അങ്ങനെ അത്രയും മോശമായിട്ട് പറയേണ്ട ഒരു സാഹചര്യം എന്താണ്? അത് പേയ്മെന്റ് വന്നതുകൊണ്ട്, ഇത്രയും പേയ്മെൻ്റ് ഒക്കെ വന്നതുകൊണ്ട് നിൻ്റെ ചേട്ടൻ എന്തിനാണ് നിനക്ക് ഇത്രയും ക്യാഷൊക്കെ അയച്ചു തരുന്നത്? എൻ്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്തിൽ ചിലപ്പം 1 lakh അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട്. കൂടുതൽ ക്യാഷ് കിട്ടുന്നതനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രമേ 2 ലക്ഷം. അക്കൗണ്ടിലേക്ക് പണം വരുന്നതിനെ പോലും മറ്റൊരു തരത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ച് എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. അപ്പം അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെയും ഈ 3 പെൺകുട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു തരത്തിലുമുള്ള സാമ്പത്തിക തിരിമറി ഇവർ നടത്തിയിട്ടില്ല. 69 ലക്ഷം രൂപ ഇവർ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ദിയയ്ക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ദിയ അതുകൊണ്ടാണ് പൈസ, ഈ കടയിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന പൈസ ദിയയുടെ അക്കൗണ്ടിലേക്ക് മേടിക്കാതെ ഇവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു വിട്ടിരുന്നത്. അതല്ലാതെ ഒരു തരത്തിലുമുള്ള സാമ്പത്തിക തിരിമറി അവിടെ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. അതേസമയം അങ്ങേയറ്റം വ്യക്തിപരമായിട്ടും ജാതീയമായിട്ടുമൊക്കെ ഇവരെ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ പെൺകുട്ടികൾ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.